വൈകുന്നേരം കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നിന്ന് വരുന്നതിൻ്റെ തുടർച്ചയാണത്. നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ മാറി കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കയറി പോകാൻ പോകുന്നത് കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനിലാണ്. ഇനി ഈ ട്രെയിനാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. ആ കോയമ്പത്തൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് വൈകുന്നേരം, അതായത് ഒരു രാത്രി നേരത്തൊക്കെ കോയമ്പത്തൂരെ കാണുന്നത്. പകൽ പോയി വന്നിട്ടുണ്ടെങ്കിലും കോയമ്പത്തൂരിലെ രാത്രി കാഴ്ചകൾ ആദ്യമായിട്ടാണ്. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഓവർ ബ്രിഡ്ജാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെയാണ് ഒരു പാത ഉള്ളത് തൊട്ടപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. വന്ന് കയറുമ്പോൾ തന്നെ ഞാനൊരു വന്ദേ ഭാരത് ട്രെയിനാണ് കണ്ടത്. ഫുള്ള് AC ആയിട്ടുള്ള കോച്ചുകളാണ് വന്ദേ ഭാരതിനുള്ളത്. എന്തായാലും പല ആൾക്കാരും അവിടെ നിന്ന് പറയുന്നുണ്ട്, വന്ദേ ഭാരതിൽ കയറുന്ന ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു 500 രൂപയും കൂടി 1000 രൂപ കൂടി ചേർത്തുണ്ടെങ്കിൽ നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാം എന്നൊക്കെ പലരും പല കമൻറ്റും ഇടുന്നുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. പല ആൾക്കാരും അവിടെ നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വന്ദേ ഭാരതിനെ. അങ്ങനെ കുറച്ചധികം വേഗം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. അവിടെ പഴയൊരു ആവി എൻജിൻ നിർത്തി വെച്ചിരിക്കുന്നത് കണ്ടു. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയായാലും നമ്മുടെ സർക്കാർ അവരത് കൃത്യമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ കൊടുന്ന് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. മ്യൂസിയത്തിൽ വെച്ചാൽ ചിലപ്പോൾ ആളുകൾ ഇത്രയ്ക്കധികം കണ്ടു എന്ന് വരില്ല. കാരണം മ്യൂസിയത്തിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണമല്ലോ നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറി കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും കോയമ്പത്തൂരിനെ കുറിച്ചിട്ട് അറിയാതെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. കോയമ്പത്തൂർ ശരിക്കും എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ സിറ്റിയാണോ അതോ എന്താണ് ബിസിനസ്സിൻ്റെ ചെയ്യുന്ന സിറ്റിയാണോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കോയമ്പത്തൂർക്ക് പോകാനുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ നേരെ പോയതാണ്. എന്തായാലും കാണാൻ നല്ല രസങ്ങളൊക്കെ ഉണ്ട്. രാത്രി കടകളെല്ലാം നല്ല ലൈവായിട്ട് നിൽക്കുന്നു. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഫുട്പാത്തിൽ കുറേ കടകളൊക്കെ ഉണ്ട്. ചേട്ടന്മാരൊക്കെ കടകൾ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ചേട്ടന്മാർ കടകളൊക്കെ പെട്ടെന്ന് അടയ്ക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ടൗണുകളിൽ ഇപ്പോഴൊന്നും കട അടയ്ക്കില്ലല്ലോ. കുറച്ചും കൂടി നേരം വൈകിയാലാണല്ലോ കട അടയ്ക്കാറുള്ളത്. ഇപ്പോൾ ഫുട്പാത്തിൽ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. പകൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. സൺഡേ മാർക്കറ്റ് ഇവിടെയൊക്കെ നല്ല പോപ്പുലർ ആണെന്ന് തോന്നുന്നു. കാരണം അവരുടെ ആ ഒരു മടക്കി വയ്ക്കുന്ന അതൊക്കെ കാണുമ്പോൾ പകൽ നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പകൽ വരണം. പകൽ വന്നിട്ട് വേണം ഈ ഒരു കോയമ്പത്തൂർ നഗരം മൊത്തത്തിൽ നിന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതായത് യൂട്യൂബ് വ്ളോഗൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഞാൻ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പകൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ കാഴ്ചകളും കൂടി നമുക്ക് കാണാമായിരുന്നു. ഞാൻ പണ്ട് ആദിയോഗി കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്ര 40E അങ്ങനെ എന്തോ ഒരു നമ്പറുള്ള ബസ്സിലാണ് കയറിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ ടിക്കറ്റ് എടുത്താണ് കേട്ടോ. അവിടെ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു ATM പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. അതിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ പേ വഴി തന്നെ നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് അതെടുത്തിട്ട് വണ്ടിയും കാത്തിട്ട് ഇരിക്കുകയാണ്. ഏകദേശം ഒരു 11:30 ആവും ട്രെയിന് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും സംഭവം വേറെ ഒന്നുമല്ല, കോയമ്പത്തൂരിലുള്ള ആദിയോഗി കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ കൃത്യസമയത്ത് കൃത്യമായിട്ട് നമുക്ക് തീവണ്ടി ഒന്നും കിട്ടാത്ത കാരണം നമ്മൾ പ്ലാൻ മാറ്റി നിലമ്പൂരിലേക്ക് പോയി. പിന്നെ അവിടുന്ന് വരുമ്പോൾ കോയമ്പത്തൂരിൽ ജസ്റ്റ് ഒന്ന് പോയി, അത്രേ ഉള്ളൂ. ഇനി വ്ളോഗ് എടുക്കാൻ പോകുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് വ്ളോഗ് എടുക്കണം.